ഒരാള് കോഴിക്കോട്ടുനിന്ന് അമേരിക്കയിലേക്ക് പോയി. ആ അമേരിക്കയിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകളെ കണ്ടു. ആരോ പറഞ്ഞു വിട്ടു, അയ്യോ അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, നയാഗ്ര വെള്ളച്ചാട്ടം എന്നാണ് പേര്, അത് കാണാനായിട്ട് പോയി. അത് കാണാനായിട്ട് പോകുമ്പോ തന്നെ ഇയാൾക്ക് ചില അസുഖങ്ങളും അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. അമേരിക്കയിലത്തെ ഒരു സ്റ്റാർ ഹോട്ടലിലാണ് താമസിക്കുന്നത്. അവിടെ എത്തിയപ്പോഴേക്കും വയ്യാതെ കൂടുതലായി, തലവേദനയും അസുഖങ്ങളൊക്കെ കൂടി. കൂടെയുള്ളവരോട് പറഞ്ഞു, എനിക്കിനിപ്പോ ഈ കാഴ്ചയൊന്നും കാണണ്ട, വെള്ളച്ചാട്ടമൊന്നും എന്നെ സന്തോഷിപ്പിക്കുന്നില്ല, എനിക്ക് സ്വസ്ഥത വേണം. അതിനെന്ത് വേണം? താമസിക്കുന്ന ഹോട്ടൽ മുറിയിലെത്തണം. താമസിക്കുന്ന ഹോട്ടൽ മുറിയിൽ ഇയാളെ കൊണ്ടാക്കി പോകുന്നു. അവിടെ വെച്ചിട്ട് ആഹാരം കഴിഞ്ഞു, വിശ്രമിച്ചു, മനസ്സമാധാനമുണ്ട്. നയാഗ്ര വെള്ളച്ചാട്ടത്തിന് അവിടുന്ന് ഇങ്ങോട്ട് വന്നത് സ്വസ്ഥത തേടിയിട്ടാണ്. എനിക്ക് സ്വസ്ഥത വേണം, അതുകൊണ്ട് ഏതായാലും മടങ്ങാം. ഡൽഹിയിലത്തെ എന്റെ ഫ്ലാറ്റിലെത്തിയാൽ സ്വസ്ഥത. ഇയാള് മടങ്ങി ഡൽഹിയിലെത്തി. എത്രയോ കോടി വിലയുള്ള ഒരു ഫ്ലാറ്റാണ്. അവിടേക്ക് വന്നു. അപ്പൊ അവനവന്റെ സ്ഥലത്തായല്ലോ, അവനവന്റെ രാജ്യമാണ്. പക്ഷെ അസ്വസ്ഥനാണ്. സ്വസ്ഥത കിട്ടണം. ഇത് ആ വ്യക്തിയുടെ കഥയല്ല എന്ന് കേൾക്കുന്നവർ മനസ്സിലാക്കണം. നമ്മളെ കാര്യം പറഞ്ഞു, എല്ലാവരുടെ കാര്യം എനിക്ക് കേൾക്കുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പോ സ്വസ്ഥതയ്ക്ക് അവിടേക്ക് പോകണം, സ്വസ്ഥാനത്തേക്ക് പോകണം. ഡൽഹിയിലൊക്കെ ഫ്ലാറ്റ് ഉണ്ടെങ്കിലും ചോദിക്കുക എവിടുത്തുകാരനാണ്. ഈ ഒരു ചോദ്യം കൊണ്ടാണ് കേരളത്തിൽ ഇത്രയും വീടുകൾ പൂട്ടിക്കിടക്കുന്നത്. ഓരോ സ്ഥലത്ത് സെറ്റിൽ ചെയ്തിട്ട് അവിടുത്തെ പൗരത്വം ഒക്കെ എടുത്തിട്ടുണ്ടാവും. പിന്നെ ഇവിടെ 5 വീട് 6 വീട് കിടക്കുകയാണ്. ആരെങ്കിലും ചോദിച്ചാൽ എവിടെയാ വീട്? കേരളത്തിൽ എവിടെയാ? ഇന്ന സ്ഥലത്ത്. അപ്പൊ അവിടെ കുറച്ച് പ്രോപ്പർട്ടി എന്തെങ്കിലും വേണ്ടേ? ഈ ഒരു അന്ധവിശ്വാസം കൊണ്ടാണ് ഈ വീടൊക്കെ പൂട്ടിക്കിടക്കുന്നത്. ഉടമസ്ഥൻ ഇങ്ങോട്ട് വരുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. ഇവിടെ 5 വീടുള്ളവരും അന്വേഷിക്കുകയാണ് അവളെ സ്ഥലം വിൽക്കുന്നുണ്ടോന്ന്. കാരണം മകളിപ്പോ ഇന്ന സ്ഥലത്തുണ്ട്, അവള് എന്തെങ്കിലും ഇങ്ങോട്ട് വരുന്ന കാര്യമല്ലേ, അവിടെ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അങ്ങനെ വരുമ്പോ ഇയാൾ എവിടുത്തുകാരനാണ്? കോഴിക്കോട്ടുകാരനാണ്. സ്വസ്ഥത കിട്ടാൻ ഡൽഹിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വന്നു. കോഴിക്കോട് വന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോ കോഴിക്കോട് സ്വസ്ഥത കിട്ടുമോ? സ്വസ്ഥാനത്തേക്ക് പോണ്ടേ? സ്വസ്ഥാനം എവിടെ? ഇവിടെ വന്നു കൂടിയതാണ്. ഞാൻ പട്ടാമ്പിയിൽ നിന്ന് കോഴിക്കോട് മാങ്കാവിൽ വന്നു കൂടിയതാണ്. അപ്പൊ പോവാൻ ഒരു സ്ഥലം വേണം. പക്ഷിക്ക് വിശ്രമിക്കണമെങ്കിൽ വൃക്ഷശിഖരമില്ലാതെ ശരിയാവില്ല. ഒരു പക്ഷി എത്ര ഉയരത്തിൽ പറക്കുന്ന പക്ഷിയാണെങ്കിലും ആ പക്ഷിക്ക് വിശ്രമിക്കണമെങ്കിൽ സുരക്ഷിതമായ ഒരു വൃക്ഷ ശിഖരത്തിൽ പക്ഷി ആദ്യം കണ്ടെത്തിയിട്ടുണ്ടാവും, അവിടേക്ക് പോകണം. എല്ലാ വൃക്ഷത്തിന്റെ ശിഖരവും സന്തോഷിപ്പിക്കുകയില്ല. മുകളിൽ ഈ പക്ഷിയെ തിന്നുന്ന കഴുകണ്ടെങ്കിലോ സുരക്ഷിതമായ സ്ഥലം നോക്കിയിട്ടാ കൂടുകൂട്ടുക. അവിടെ വരണമെന്ന് പറഞ്ഞ മാതിരി ഇയാള് ഇവിടുന്ന് ശാന്തി തേടി സ്വസ്ഥയോടി അവനവന്റെ ജന്മസ്ഥലത്ത് എത്തി. സ്വസ്ഥതയായോ?
സ്വസ്ഥാനത്തേക്ക് മടങ്ങണം. എവിടുന്നോ പോന്ന മനസ്സിനെ സ്വസ്ഥാനത്തേക്ക് മടക്കിക്കൊണ്ടുവരണം. അങ്ങനെ ദ്രവിച്ചു കിടക്കുന്ന വീട് അപ്പുറത്തുണ്ട്. അമ്മ താമസിച്ചിരുന്ന അവിടെയാണ്. അമ്മയിൽ നിന്നാണല്ലോ മകനുണ്ടായത്. അവിടെ നിന്ന് പോയി. എവിടുന്ന് ഇപ്പൊ പുറപ്പെട്ടെ? നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ അവിടുന്ന് പുറപ്പെട്ടിട്ട് ഇപ്പൊ അയാൾ സ്വസ്ഥാനം തേടി വരികയാണ്. നമ്മൾ ഓരോരുത്തർക്കും സന്തോഷം കിട്ടണമെങ്കിൽ സ്വസ്ഥാനത്ത് എത്തണം. സ്വസ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ തറവാട് വീട് എന്നോ അമ്മ താമസിച്ച വീട് എന്നൊരു അർത്ഥമല്ല കേട്ടോ. ഇതൊരു ഉദാഹരണമായിട്ട് ഒരു കഥ പറയാൻ വേണ്ടി പറഞ്ഞാണ്. എവിടുന്ന് പുറപ്പെട്ടു ആ സ്വസ്ഥാനത്തിന്റെ പേരാണ് മെഡിറ്റേഷൻ. അല്ലാതെ സ്വസ്ഥാനത്തേക്ക് പോവാച്ച ഇവിടുന്ന് പോവാന്നല്ല. ഇതിന്റെ ആദ്യത്തെ പടിയാണ്. കേരളത്തിലെ വളരെ എല്ലാവരും അസൂയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി, എല്ലാവർക്കും അത്ര മഹാൻ. അപ്പൊ ഞാൻ ചോദിച്ചു, ജീവിതത്തിലെ ഏറ്റവും സുഖം എപ്പോഴാണ്? ഇയാള് പറയണ 28 രാജ്യം കറങ്ങിയപ്പോ എന്നല്ല മറുപടി. ഒടുവിൽ അവനവന്റെ വീട്ടിൽ വന്നിട്ട് അവനവന്റെ കക്കുസുമുറിയിൽ ഇരിക്കുന്നതാണ് സുഖം. എനിക്ക് ആ വരി വളരെ ഇഷ്ടമാണ്. ഇപ്പൊ എന്റെ വീട് പറഞ്ഞ മാങ്കാവിലെ വീടാണ്. എവിടെയൊക്കെ കറങ്ങിയാലും നമ്മളെന്താ ആദ്യം പറയാ? മടങ്ങിയാ മതി എന്റെ വീട്ടിൽ വന്ന്. അത് ഈ യൂറോപ്യൻ ക്ലോസറ്റ് ഉപയോഗിക്കരുതെന്നുള്ള അഭിപ്രായം എനിക്ക് വ്യക്തമായിട്ടുണ്ട്. പരമാവധി ഉപയോഗിക്കാതിരിക്കണം. അപ്പൊ വെറും നാടൻ ക്ലോസറ്റാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇത് വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അപ്പുറത്ത് ഒരു യൂറോപ്യൻ ക്ലോസറ്റ് എന്റെ ഭാര്യ ഇപ്പൊ പണിതിട്ടുണ്ട്. ഞാൻ അതിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. സ്ഥാനത്തേക്ക് വരുമ്പോ ഇതിന്റെ തന്നെ ധാർമ്മികമായ ഒരു കാര്യമാണ് മെഡിറ്റേഷൻ. ഈ മെഡിറ്റേഷനിലേക്ക് വരുന്ന, മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ പറഞ്ഞതല്ല. അവനവനിലേക്ക് വരുന്നതിന് പകരം സ്വസ്ഥത തേടി അസ്വസ്ഥതയെ കൂട്ടുപിടിക്കുന്നതാണ് ഇന്നത്തെ പരാജയങ്ങൾക്കൊക്കെ കാരണം. ജീവിതത്തിലെ പരാജയങ്ങൾ കോടതി കയറി ഇറങ്ങണം, പോലീസ് സ്റ്റേഷനിൽ പോകണം. ഒരിക്കലും കോടതിയുടെ പടി കയറില്ല എന്ന് വിചാരിക്കുന്നവർ കോടതിയുടെ പടി കയറി വരുന്നു. തുടക്കം എന്താന്ന് വെച്ചാൽ സ്വസ്ഥത വേണം, അസ്വസ്ഥതയെ കൂട്ടുപിടിക്കും. പരിചയത്തിൽപ്പെട്ട ഒരു വ്യക്തി കണ്ടമാനം മദ്യപിച്ചിരുന്ന ആളാണ്. ഇപ്പൊ റിട്ടയർ ചെയ്തു. മക്കള് വിദേശത്താണ്. ഇനി മദ്യപിച്ചാൽ കാഞ്ഞു പോകുന്ന എല്ലാവരും പറഞ്ഞു. ടെറസിന്റെ മുകളിൽ കയറിയാൽ കാണുന്നത്, നഗരപ്രദേശത്താണ് താമസിക്കുന്നത്, വലിയൊരു ബാറാണ് കാണുന്നത്. പോവാനും നിവർത്തിയില്ല. അവിടേക്ക് പോകാൻ നിവർത്തിയില്ല. ഇപ്പൊ ഇനിയിപ്പോ പോയിട്ട് കഴിച്ച ആള് ചത്തു. സ്വസ്ഥത തേടി അസ്വസ്ഥതയാണ് കൂട്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. അവിടെ പോയാൽ സ്വസ്ഥത കിട്ടും. ഈ ലഹരി വസ്തുക്കള് ഉപയോഗിച്ച് പോലീസ് പിടിയിലാവുന്നവരൊക്കെ സ്വസ്ഥത തേടിയല്ലേ ചെയ്തത്. സ്വസ്ഥതയ്ക്ക് വേണ്ടി അസ്വസ്ഥതയെ കൂട്ടുപിടിച്ചാൽ പരാജയമാവില്ലേ? എത്രയോ സ്ഥലത്ത് കാണുന്നു. പല്ലിയേക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോഴോ തേങ്ങാ പിണ്ണാക്ക് തിന്നുക. തേങ്ങാ പിണ്ണാക്ക് തിന്ന പല്ലിന്റെ ഇടയിലൊക്കെ ഈ തേങ്ങാ പിണ്ണാക്ക് തിന്നിട്ട് കൂടുതൽ വൃത്തികേടാവുകയാണ് ചെയ്യുക. ഈ ഒരു പ്രാധാന്യം മെഡിറ്റേഷന് ഉണ്ട്. എവിടെയും പോണ്ട, ടൈം എന്നൊന്നില്ല.
സ്പേസ് എന്നൊന്നില്ല. ടൈമും സ്പേസും ഇല്ല എന്ന് അറിഞ്ഞിരുന്നാലും ഈ പറയണ നിങ്ങളും ഇന്ന സ്ഥലത്ത് ഇടയ്ക്ക് പോണില്ലേ, അത് നമ്മുടെ പരാജയമാണ്. എവിടേക്കും പോണ്ട, അവിടെ ഇരുന്നാ മതി, സമാധാനം. തത്തം കെട്ടൻ ആരെങ്കിലും കിട്ടുമെങ്കിൽ പിന്നെ ഒന്നും വേണ്ട, അതിലും വലുതില്ല. സ്വസ്ഥത കിട്ടാൻ അസ്വസ്ഥതയെ കൂട്ടുപിടിക്കരുത്. അസ്വസ്ഥത മാറാൻ സ്വസ്ഥതയിലേക്ക് വരികയാണ് വേണ്ടതെന്ന് ചിന്തിച്ച് വാക്കുകൾ സംവദിക്കുന്നു. നമസ്കാരം.